പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് ദിവസത്തിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവമായിരിക്കുന്നത്. ഇന്ന് പുതിയൊരു മാസത്തിന്റെ തുടക്കവുമാണ്. ഏപ്രിൽ മാസം നമുക്ക് അനുഗ്രഹീതമായി കഴിഞ്ഞ മാസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ആരംഭിക്കുന്ന പുതിയ മാസത്തെ ദൈവാനുഗ്രഹത്തിനായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉയർത്തെഴുന്നേറ്റ ഈശോ മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നതാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ സുവിശേഷം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയേറെ ആളുകൾ ഈശോയ്ക്ക് ശിഷ്യന്മാരായിട്ടും അപ്പസ്തോലന്മാരായിട്ടും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഈശോയുടെ ഉയർപ്പിന്റെ വാർത്ത ആദ്യം അറിയുന്നത് മഗ്ദലേന മറിയമാണ്. എന്തുകൊണ്ട് മഗ്ദലേന മറിയം ഈശോയുടെ ആ വലിയ സംഭവത്തിന് ആദ്യം അറിയാൻ ദൈവം തിരഞ്ഞെടുത്ത ആളായി എന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. മഗ്ദലേന മറിയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമേ കടന്നു വരുന്നത് മുമ്പ് പാപിനിയായിരുന്ന ഒരു സ്ത്രീ പിന്നീട് ഈശോയുടെ അടുത്ത് വന്ന് പാപമോചനം നേടി ഈശോയ്ക്ക് പ്രിയപ്പെട്ടവളായി മാറിയവർ. അത് നമ്മുടെ മാനുഷികമായ ചിന്തയാണ്. അതാണ് നമ്മുടെ ചിന്തയുടെ പ്രശ്നവും. നമ്മൾ പലപ്പോഴും ആളുകളെ കാണുന്നത് മുമ്പ് അവരെങ്ങനെയായിരുന്നു എന്നുള്ള ചിന്തയാണ് അവരെ കുറിച്ച് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈശോ അങ്ങനെ ഒരു കാര്യം ഓർക്കുന്നേയില്ല. ഇന്ന് ഈശോ ഒരുപക്ഷെ മഗ്ദലേന മറിയത്തെ കാണുന്നത് ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരുവൻ. ഈശോയുടെ കല്ലറയിൽ ഓടിച്ചെല്ലാനും സുഗന്ധദ്രവ്യങ്ങൾ പൂശാനും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന, അതിനുള്ള ധൈര്യവും ആർജവും ഒക്കെ കാണിക്കുന്ന ഒരാൾ, ഈശോയെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അവളുടെ പഴയ കാലം ഈശോയ്ക്ക് ഒട്ടും പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെ അവൾ സഭയിൽ അറിയപ്പെടുന്നത് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ്. മഗ്ദലേന മറിയമാണ് ചെന്ന് മറ്റു ശിഷ്യന്മാരോട് അവൻ കല്ലറയിലില്ല, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഉയർപ്പിന്റെ വാർത്ത അവർക്ക് കൊടുക്കുന്നത്. ദൈവത്തിന്റെ ഒരു തീരുമാനം കൂടിയാണത്. പാപം ഈ ലോകത്തിലേക്ക് വന്നത് ഒരു സ്ത്രീയുടെ ഇടപെടലിലൂടെയാണ്, ഹൗവയിലൂടെ. അതുകൊണ്ട് തന്നെ ജീവൻ ഈ ലോകത്തിലേക്ക് വീണ്ടും വരുന്ന സദ്വാർത്ത അറിയുന്നതും ഒരു സ്ത്രീയിലൂടെ ആവണമെന്ന് ദൈവം തീരുമാനിക്കുന്നു. മഗ്ദലേന മറിയം, ഈശോയെ ഏറെ സ്നേഹിച്ച, ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിച്ച മഗ്ദലേന മറിയം അതിന് തെരഞ്ഞെടുക്കപ്പെടുന്നു. ഈശോയുടെ കണ്ണുകളോടുകൂടി നമുക്ക് മറ്റുള്ളവരെ കാണാനുള്ള ഒരു ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്നത്. മുമ്പ് അവരെങ്ങനെയായിരുന്നു എന്നല്ല, ഇപ്പോൾ അവരെന്താണ് എന്ന് മാത്രം ചിന്തിച്ച് അവരുടെ പഴയ കാലങ്ങളുടെ കണക്കുകൾ കിള്ളിപ്പരിശോധിച്ച് അവരെ വീണ്ടും കുറ്റപ്പെടുത്തുകയോ മറ്റൊരു തലത്തിൽ നിർത്തുകയോ ചെയ്യുന്ന മനസ്സുകൊണ്ട് നടക്കാതെ ഇപ്പോൾ അവരെങ്ങനെയാണെന്നുള്ള കാര്യം നോക്കി അതിനനുസരിച്ച് മാത്രം അവരോട് സ്നേഹത്തോടെ, കരുണയോടെ, ആദരവോടെ പെരുമാറാനുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷം ഈശോ നമുക്ക് നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഉയർപ്പിന്റെ മഹിമയിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള സഹോദരങ്ങളും ഞങ്ങളെല്ലാവരും അങ്ങയുടെ പീഡാനുഭവ കുരിശുമരണങ്ങളിലൂടെ മുങ്ങി നിവർന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ ആരുടെയും പഴയ കാലങ്ങളുടെ കാര്യങ്ങളൊന്നും ചികഞ്ഞെടുക്കാതെ, അവരെ ആ കണ്ണുകൾ കൊണ്ട് നോക്കാതെ അങ്ങയിലൊരു പുതിയ സൃഷ്ടിയായി തീർന്നവരാണ് എല്ലാവരും എന്ന ആത്മീയമായ ചിന്തയിൽ മറ്റുള്ളവരെ കാണുവാനും അർഹിക്കുന്ന ബഹുമാനത്തോടെ, സ്നേഹത്തോടെ എല്ലാവരെയും പരിഗണിക്കുവാനും, നല്ല കണ്ണുകളോടുകൂടി മാത്രം എല്ലാവരെയും കാണാനും അവരെക്കുറിച്ച് ചിന്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.